ചെയ്യാന്ന് പറഞ്ഞ ചെറിയൊരു കറേജല്ല സബ്ജക്ട് പ്രഷറിലേക്ക് പിടിക്കുക, അത് ഒരു കുറച്ച് ഹ്യൂമറോടെ തന്നെ അത് പ്രസന്റ് ചെയ്ത് ആ പെയിനോടെ ചെയ്യുക എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമാണ്. അസോ അതിന്റെ അപ്പൊ ഇങ്ങനൊരു സബ്ജക്ട് ചെയ്തു എങ്ങനെയാവും റിസൾട്ട് എന്നൊരു പേര്. കാരണം ഒരുപാട് സ്ത്രീപക്ഷത്തിന് മുകളിൽ വരുന്ന കാലഘട്ടമാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളാണ്. പക്ഷെ ഇങ്ങനത്തെ സിനിമ കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കോൺട്രോവേഴ്സി ആവും എന്ന പേരുണ്ടായിരുന്നു? ഇല്ല, കോൺട്രോവേഴ്സി ആവൂ എന്നൊരു പേടി ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ അതിന് ആദ്യം വേണ്ടത് ഒരു നായക നടൻ. നമുക്കറിയാലോ, ഒരു സിനിമ സംഭവിക്കണമെങ്കിൽ എപ്പോഴും ഒരു നായക നടൻ അദ്ദേഹം ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാവണം. ആസിഫ് ബ്രോയോട് ഞാൻ കഥ പറഞ്ഞപ്പം ആസിഫ് ബ്രോ തന്നൊരു വെൽക്കമിങ്, അതാണ് ശരിക്കും ഈ സിനിമ മുന്നോട്ട് പോരാനായിട്ടുള്ള ഒരു കാരണം. ഒരുപാട് പോയിന്റുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് പേഴ്സണൽ തോന്നിയാൽ നിയമമായാലും നിയമപാലകനായാലും നിയമം നടത്തുന്നവരായാലും ശരി, അത് ഈക്വലായിരിക്കണം. അതായത് രണ്ടും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം ഉണ്ടാവാതെ അതിന് കാരണം കേസ് കൊടുത്താൽ പോലും അതൊരു കാരണാംശം എന്ന് പറഞ്ഞാൽ നമ്മളതിന് പുറകെ നടത്തുന്നുണ്ടാകുന്ന നമുക്ക് ഫിനാൻഷ്യലായിട്ടും ജോലിയായാലും കുടുംബമായാലും ഒരുപാട് ബാധിക്കപ്പെടുന്നുണ്ട്. ആരും അറിയപ്പെടുന്നില്ല. അതൊക്കെ ഈ ചെറിയ സീനുകളാണ് ഇത് കൃത്യമായിട്ട് കണ്ണയാവുന്നത്. അപ്പോൾ ചെറിയ അതിന് ശരിക്കും നിയമത്തോടുള്ള നിയമപാലകരോടുള്ളൊരു ചോദ്യമല്ലേ? അല്ല, ശരിക്കും ബ്രോ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, ഒരാള് ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയെ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഒരു കുറ്റം അയാളുടെ പേരിൽ ആരോപിക്കപ്പെടുന്ന സമയത്ത് അത് അയാൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നത് വരെ അയാളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ.